Ministries. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்பு கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം സംസാരിക്കുവാൻ അവസരം നൽകിയ ഈ ടീമിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബഹുമാനനായ തോമാസാർ അവറുകൾക്കും മറ്റ് പ്രവർത്തകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് കർത്താവിന് പരമാർത്ഥ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കാൻ അവസരം നൽകിയതോർത്ത് ഞാനും കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം വായിക്കുന്നു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ യേശുക്രിസ്തു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ചെയ്ത് തൻ്റെ സ്നേഹ സാമ്രാജ്യം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അശരണരെയും ആരോരുമില്ലാത്തവരെയും കുരുടന്മാരെയും മുടന്തന്മാരെയും അംഗഹീനന്മാരെയും ഒക്കെ സൗഖ്യമാക്കി വിടുവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല നിമിഷത്തെ ആത്മാർത്ഥതയോടെ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ അങ്ങനെ അവിടെ വായിക്കുന്നത് എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, എരിഹോവ് എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പട്ടണമാണ്. ആ ശപിക്കപ്പെട്ട പട്ടണത്തിൽ യേശു ക്രിസ്തു വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഒരു കുരുടൻ നിലവിളിക്കുന്നു. ആ നിലവിളിയാണ് ഈ കുരുടൻ്റെ നിലനിൽപ്പിന് മൂലധനം. നിലവിളിച്ചില്ലെങ്കിൽ ഇവന് നിലനിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്നും നിലവിളിക്കും. നിലവിളിച്ചാലേ അവൻ എന്തെങ്കിലും സാമ്പത്തികം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നും നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി ഈ കുരുടൻ. നിലവിളിയാണ് അവൻ്റെ നിലനിൽപ്പിന് മൂലധനം. അങ്ങനെ യേശു ക്രിസ്തു പോകുന്നു എന്ന് കേട്ടിട്ട് വളരെ ശക്തിയോടെ നിലവിളിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട ആ ശുശ്രൂഷപരമായിട്ടുള്ള വിഷയത്തിൽ യേശു ക്രിസ്തു അവിടെ നിൽക്കുകയാണ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും അംഗഹീനത ഉള്ളവരെ തഴഞ്ഞു മാറ്റുന്ന, എന്തെങ്കിലും കുറവുള്ളവനെ മാറ്റി നിർത്തുന്ന, എന്തെങ്കിലും അപാകതയുള്ളവനെ തഴഞ്ഞു കളയുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തു കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നിനക്കെന്ത് വേണം? ശ്രദ്ധിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നേതാക്കന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇന്നും, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജനങ്ങളിന്നും വർദ്ധിച്ചു വരുന്നതിൻ്റെ കാര്യം തന്നെ യേശു ക്രിസ്തു ആരോരുമില്ലാത്തവരെയും അശരണരെയും തേടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നിങ്ങൾ എൻ്റെയാണെന്ന് പറഞ്ഞ് അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ മനസ്സുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ സ്തോത്രം പറയാതിരിക്കാൻ പറ്റുകയില്ല. അത്ര ശ്രേഷ്ഠനായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യെരിഹോവിലെത്തി. യെരിഹോവ് എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പട്ടണമാണ്. യെരിഹോവ് എങ്ങനെയാണ് ശപിക്കപ്പെട്ടത്, ശാപഗ്രസ്തമായി തീർന്നത് എങ്ങനെയാണ്? നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാം. അതിന് നമ്മൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു, യോശുവ യെരിഹോവിനെ പിടിച്ചടക്കിയിട്ട് യെരിഹോവിലുള്ളവരെ എല്ലാം പിടിച്ചടക്കിയിട്ട് പറഞ്ഞതിങ്ങനെയാണ്, യെരിഹോവ് ശപിക്കപ്പെട്ടു. യെരിഹോവ് പിടിച്ചടക്കിയിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ യെരിഹോവിനെ ശപിച്ചു. എന്നിട്ട് യോശുവ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ യെരിഹോവിനെ പണിയാൻ വരുന്നവൻ ആരാണോ, പണിയാൻ വരുന്നവൻ്റെ മൂത്തവനും ഇളയ മകനും നഷ്ടമാകും. അങ്ങനെ ശാപം നിൽക്കുമ്പോൾ തന്നെ ആരും ഈ പട്ടണത്തെ പണിയാൻ വന്നില്ല. അങ്ങനെ ഒരു ശപിക്കപ്പെട്ട പട്ടണമായി ഈ യെരിഹോവ് തീർന്നു. യോശുവയാണ് ഈ യെരിഹോവിനെ ശപിച്ചത്. അങ്ങനെ ചരിത്ര സംഭവമായിട്ട് നിൽക്കുന്ന, ചരിത്രപരമായിട്ട് ശാപഗ്രസ്തമായിട്ട് നിൽക്കുന്ന ഈ യെരിഹോവിനെ ഒന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യാൻ, ഒന്ന് മനോഹരമാക്കി മാറ്റാൻ ആരെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവിടേക്ക് വരികയാണ്. യേശു ക്രിസ്തു വരുമ്പോൾ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ കുരുടൻ നിലവിളിക്കുന്നു. യേശു യെരിഹോവിലെത്തി. അപ്പോൾ ശപിക്കപ്പെട്ട പട്ടണമായിരിക്കുന്ന ഈ യെരിഹോവിനെ യോശുവ ശപിച്ച ഈ പട്ടണത്തെ പണിയുവാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവൻ്റെ മൂത്ത മകന് ഇളയ മകന് നഷ്ടമാകും. അങ്ങനെയാണ് ശാപം നിൽക്കുന്നത്. അങ്ങനെയുള്ള ശാപം നിൽക്കുമ്പോൾ തന്നെ അത് പണിയാൻ വന്ന ഒരു വ്യക്തിയുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം അവിടെ വായിക്കുന്നു, ആ വ്യക്തി, ആ മനുഷ്യൻ ആ യെരിഹോ പട്ടണം പണിതു. ആ യോശുവ ശപിച്ച ശാപം നിൽക്കുമ്പോൾ തന്നെ യെരിഹോ പട്ടണം പണിയുവാൻ കടന്നു വന്ന ആ മനുഷ്യൻ്റെ മൂത്ത മകന് ഇളയ മകന് നഷ്ടമായി. ശ്രദ്ധിച്ചു നോക്കിക്കേ, അങ്ങനെ പണിയാൻ വന്ന ആ മനുഷ്യൻ്റെ ഇളയ മകനും മൂത്ത മകനും നഷ്ടമായതുകൊണ്ട് ആ ശാപം തുടർന്ന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള യെരിഹോവിൽ ശപിക്കപ്പെട്ടവരെ പോലെ തത്തുല്യമായി നിൽക്കുന്ന, കണ്ണു കാണാത്തവരും കുരുടന്മാരും മുടന്തന്മാരും ഒക്കെ മാറിയ ഒരുപാട് വ്യക്തികളെ നമുക്ക് യെരിഹോവിൽ കാണാം. അങ്ങനെ ശാപം നിൽക്കുന്ന സമയത്ത് ആരും ഇതിനെ കടന്നു വന്ന് ഒന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യുവാനോ, ഒന്നുകൂടെ മനോഹരമാക്കി ശാപത്തെ മാറ്റിയെടുത്ത് ഈ പട്ടണം പണിയുവാനോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം ശാപം നിൽക്കുന്നു. ആ പണിയാൻ വരുന്നവൻ, അവൻ്റെ മക്കൾ മരണപ്പെടുമെന്ന് ഭയമുള്ളത് കൊണ്ട് ആരും മുൻപോട്ട് വന്നില്ല. ഇന്ന് ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയുക, നമ്മുടെ കുടുംബത്തിൻ്റെ ചില ശാപങ്ങൾ നിന്റെ ഇന്നത്തെ നിലവിളി കൊണ്ട് ദൈവം മാറ്റാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര വലിയ ശാപമാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആത്മാർത്ഥമായി യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ആത്മാർത്ഥതയോടെ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ശാപത്തെ മാറ്റി അനുഗ്രഹമാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ പകൽ നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ആത്മാർത്ഥതയോടെ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ആത്മാർത്ഥതയോടെ നിലവിളിച്ചാൽ ആ യേശു നമ്മുടെ നിലവിളി കേട്ട് അവിടെ വന്ന് നമ്മുടെ
ശാപത്തെ മാറ്റി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തരാൻ ഇന്നും കഴിവുള്ളവനാണ് യേശു, ഇന്നും ജീവിക്കുന്നവനാണ് യേശു എന്ന് ദൈവം തിരിച്ചറിയിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് ലഭിക്കേണ്ട നന്മകൾ തരുത്തില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ശക്തിയുടെ മുൻപിൽ നമുക്ക് ലഭിക്കേണ്ട ആത്മീയപരമായും സാമ്പത്തികപരമായും കുടുംബപരമായിട്ടുള്ള തലമുറയുടെ പരമായിട്ടുള്ള വിഷയത്തിൻ്റെ നടുവിൽ ലഭിക്കത്തില്ല എന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോൾ യേശു വന്നിട്ട് പറയില്ല, എത്ര വലിയ ശാപം നിനക്കുണ്ടാണെങ്കിലും അത് ഭയപ്പെടേണ്ട, ഞാൻ ശാപത്തെ മാറ്റി നീ ആഗ്രഹിക്കുന്ന നിനക്ക് തരാൻ കഴിവുള്ള ദൈവമാണെന്ന് തെളിയിച്ചെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് നമ്മൾ നിലവിളിക്കാൻ തയ്യാറായാൽ ഇതാ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും, അത് സംഭവിക്കാൻ പോകുക. അങ്ങനെ യേശുവെ ദാവീദ് പുത്രനോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ യേശു വന്ന് നിന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് കാഴ്ച ആവശ്യമാണ്, എനിക്ക് കാഴ്ച വേണം. ശാപഗ്രസ്തമായി നിൽക്കുന്ന ഭൂമിയിൽ, ശപിക്കപ്പെട്ട ഭൂമിയിൽ ഇത്ര വർഷമായിട്ട് ഈ ശാപത്തെ മാറ്റാൻ ആർക്കും പറ്റുകയില്ല. വർഷങ്ങളായി ശാപഗ്രസ്തമായി നിൽക്കുക, ശാപത്തിൻ്റെ പരിണിത ഫലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാനുഭവങ്ങൾ കണ്ടും കേട്ടും കടന്നു വരുന്ന ഈ ജനത്തിന് ഇനിയൊന്ന് രക്ഷയ്ക്കായിട്ട് മറ്റാരുമില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ എങ്ങനെയാണ് ഞങ്ങളുടെ ശാപത്തെ ഒന്ന് മാറ്റുന്നെന്ന് വിചാരിച്ച് അവൻ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു പറയുക, ഏത് ശാപത്തെ മാറ്റാൻ എനിക്ക് സാധിക്കും? ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിനക്ക് എന്ത് വേണം? അവൻ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് കാഴ്ച വേണം, കാഴ്ചപ്പാട്. യേശു ശാപത്തെ മാറ്റുന്ന, പ്രശ്നത്തെ പരിഹരിക്കുന്ന യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ഒന്ന് കാണേണ്ടതിന് വേണ്ടി ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് പറയുന്ന ആ കുരുടൻ യേശുവിനോട് പറയുക, എനിക്ക് കാഴ്ച ആവശ്യമാണ്. വിശ്വസിച്ച് നമുക്കിന്ന് ഈ പകൽ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവി കാണേണ്ടതിന് വേണ്ടി കർത്താവേ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് ഇന്ന് ഈ പകൽ പ്രാർത്ഥിക്കാമോ? ശാപഗ്രസ്തമായി നിന്ന ഭൂമിയിൽ ശാപത്തിൻ്റെ മാത്രം ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും മാത്രാനുഭവങ്ങൾ കണ്ടും കേട്ട് വന്ന അനുഭവത്തിന് നടുവിൽ ഈ ശാപത്തിനകത്ത് എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നന്മയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കാൻ പോവുക. ഞാനത് വിശ്വസിക്കുന്നു. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടാണ് ഈ കുരുടനായ മനുഷ്യൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കാൻ കാരണമെന്നാ? നമുക്കറിയാം, 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുന്ന എങ്ങനെയാ? 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, എന്തുകൊണ്ട് ഈ കുരുടൻ ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചു? ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ദാവീദും കൂട്ടരും യെബൂസ്യരോട് യുദ്ധം ചെയ്യാൻ ചെന്നപ്പോൾ യെബൂസിലെ രാജാവ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാ, ദാവീദും കൂട്ടരും ഇവിടെ വരികയില്ല. അങ്ങനെ ദാവീദും കൂട്ടരും ഇവിടെ കടന്നു വന്നാൽ ഇവിടുത്തെ കണ്ണുപൊട്ടന്മാരും കൈയൊടിഞ്ഞവരും കാലൊടിഞ്ഞവരും അംഗഹീനന്മാരും മതി ദാവീദിനെ തടയാനെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുകയും അവനെ നിന്ദിക്കുകയും തരം താഴ്ത്തുകയും ചെയ്തപ്പോൾ, എന്നിട്ടും ദാവീദ് കോട്ട പിടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ദാവീദ് കോട്ട പിടിച്ചു. അങ്ങനെ ദാവീദിൻ്റെ പട്ടണം എന്നറിയപ്പെട്ടു. ദാവീദ് അവിടെ താമസിക്കാനിടയായി. എന്നിട്ട് അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ദാവീദ് കോട്ട പിടിച്ചിട്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ദാവീദിന് വെറുപ്പായിട്ടുള്ള കുരുടന്മാരെയും അംഗഹീനന്മാരെയും കൊന്നുകളയാൻ എല്ലാവരും പിടിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എഴുതി വെച്ചു. വീടുകളിനകത്ത് എഴുതി വെച്ചത് ഇങ്ങനെയാ, ഇനി ഒരു കുരുടനും വീടുകളിൽ കയറാൻ പാടില്ല. അങ്ങനെ ഒരു ശാപഗ്രസ്തം പോലെ എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തിന് നടുവിൽ എല്ലാ കുരുടന്മാർക്കും ശാപഗ്രസ്തമായി നിൽക്കുന്ന സ്ഥാനത്ത് ഓർക്കണം, ദാവീദ് ആ കുരുടന്മാരെ എല്ലാം പിടിച്ച് ശാപഗ്രസ്തത്തിന് തുല്യമാക്കി മാറ്റിയെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിൽ ദാവീദിൻ്റെ പുത്രനായി യേശുക്രിസ്തു ജനിക്കുന്നു. ദാവീദിൻ്റെ പുത്രനായി യേശുക്രിസ്തു ജനിക്കുന്നു. ആ യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്ത് യെരിഹോയിൽ കൂടെ കടന്നു വരുമ്പോൾ ഈ കുരുടൻ നിലവിളിക്കുക, നസ്രായനായ യേശുവേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ, നിന്റെ അപ്പൻ്റെ അപ്പനായ അപ്പൻ ഞങ്ങളുടെ കുലത്തെ മുഴുവനും ഇല്ലാതാക്കിയെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്നറിഞ്ഞ് നിലവിളിക്കുന്ന ആ കുരുടനെ ഈ യേശു ക്രിസ്തു മനസ്സിലാക്കിയിട്ട് യേശു പറയുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആത്മാർത്ഥമായി യേശു ആരാണെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിലവിളിക്കാൻ തയ്യാറായാൽ,
നമ്മുടെ വിഷയത്തിൽ പരിഹരിക്കാൻ യേശുവിന് സാധിക്കും. ഇന്ന് പകൽ ഞാനത് വിശ്വസിക്കുന്നു. അതേ, ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽ എൻ്റെ അവസ്ഥകൾക്കൊരു ഭേദം വരുത്തേണ്ടതിന് വേണ്ടി യേശുവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ആത്മാർത്ഥതയോടെ യേശു ആരാണെന്ന് ആത്മാർത്ഥതയോടെ കണ്ടറിഞ്ഞ് ആത്മീയ കണ്ണു തുറന്ന് ഒന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ, ബൈബിളിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, ന്യായപ്രമാണത്തിന് അത്ഭുതം കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. അതുകൊണ്ട് കണ്ണ് തുറന്ന് ആത്മാർത്ഥതയോടെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നൽകണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറൂ. യേശു ആരാണെന്ന് മനസ്സിലാക്കൂ. നിന്റെ ശാപത്തെ മാറ്റുവാൻ യേശുവിന് സാധിക്കും. അങ്ങനെ മുന്നേറാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുപ്രസംഗത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതി
നാശമില്ലാത്തവാകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ മഹാ